സ്വാഗതം. ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാം. അപ്പോൾ ചിക്കൻ സ്റ്റൂ എന്ന് പറയുമ്പോൾ അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ബ്രെഡ് അങ്ങനെ ഒരുവിധം ഐറ്റംസിന്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ സ്റ്റൂ നമുക്ക് തയ്യാറാക്കണേന്ന് നോക്കിയാലോ. നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കടായി ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പട്ടിയാണ് ഇട്ട് കൊടുക്കണത്. ഇതൊന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. പിന്നെ ഏലക്കായ, 5 ഏലക്കായ, പിന്നെ ഒരു 6 ഗ്രാമ്പു. ഈ ഒരു ഹോൾ സ്പൈസസിന്റെ ഫ്ലേവേഴ്സൊക്കെ എണ്ണയിലേക്ക് നന്നായിട്ട് തന്നെ വരട്ടെ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളി അതും ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 6 പച്ചമുളകാണ്. നമ്മൾ എടുക്കണ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കില്ലല്ലോ, കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ പച്ചമുളക് ചേർക്കണം. ഒരു 3-4 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയേ. ഇത് മതി കേട്ടോ. പച്ചമുളകിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് എണ്ണയിൽ കിടന്ന് നോക്കുമ്പോഴുള്ള ഒരു മണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കണത് 2 മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ. ഇത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി മുറിച്ച് എടുത്തതാണ്. ഒരുപാട് ചെറുതാക്കിയിട്ടൊന്നുമില്ല. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. പക്ഷേ സവാള ഗോൾഡൻ കളർ ആവണവരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. ഒന്ന് വഴന്നൊന്ന് സോഫ്റ്റ് ആയിട്ട് വരിക, അത്ര തന്നെ മതിയേ. ഇപ്പം കണ്ടോ സവാള ഒന്ന് വഴന്നു വന്നിട്ട്. ഇത് മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കിലോ അളവിൽ ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. സ്റ്റൂവിനൊക്കെ വേണ്ടിയിട്ട് ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ കഷ്ണങ്ങളാണ് നന്നായിട്ട് വരിക. അതുപോലെ എല്ലോട് കൂടിയ ചിക്കനായിരിക്കും എപ്പോഴും സ്റ്റൂവിനൊക്കെ ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ അളവിൽ, അതായത് കുരുമുളകൊന്ന് ചതച്ചെടുത്തത്, ഒരുപാട് പൊടിയാക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കണ്ടോ ചിക്കൻ ഒരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കണത്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും കൂടെ ഇതുപോലെ മുറിച്ചത് ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൂവിനൊക്കെ എല്ലോട് കൂടിയ ചിക്കൻ കഷ്ണങ്ങൾ എടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുള്ളൂ കേട്ടോ. ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് അല്ലെങ്കിൽ ബോൺലെസ് പീസുകളൊക്കെ ഉപയോഗിക്കണേക്കാളും. പിന്നെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ എപ്പോഴും കൂടുതൽ അളവിൽ ചേർക്കുക. അപ്പോഴായിരിക്കും കൂടുതൽ നല്ല ഫ്ലേവറൊക്കെ കിട്ടുക. ബാക്കി വെജിറ്റബിൾസ് ചിക്കനേക്കാളും എപ്പോഴും കുറവായിരിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ 2-ാം പാലാണ് കേട്ടോ. 2 കപ്പ് അളവിൽ 2-ാം പാല്, അതായത് കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ ഇതിൽ കിടന്നിട്ട് വേണം ഇത് വെന്ത് വരാൻ. അപ്പോൾ ഏകദേശം ഇതൊന്ന് ഇതുപോലെ ഒന്ന് മുങ്ങിക്കിടക്കണ ഒരു രീതിയിൽ നാളികേരപ്പാൽ ഉണ്ടായിരിക്കണം. ഇപ്പം ഇത് കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റോളം സമയം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ നന്നായിട്ട് വെന്തുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്.
ചാറൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒന്നും കൂടി നമുക്കിത് ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം വറ്റിച്ചെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഗ്രേവി തിക്കാക്കണം എന്നുണ്ടെങ്കിൽ ഇതിലിട്ടിരിക്കുന്ന ഉരുളക്കിഴങ്ങിൽ നിന്ന് 2 കഷ്ണം എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രേവി ഒന്ന് വറ്റിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും തന്നെ ഇത് തിക്കായിട്ട് വരും. കാരണം ഉരുളക്കിഴങ്ങ് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായിട്ട് വരുമല്ലോ. അങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ അത്യാവശ്യം തിക്കാണ്. ഞാൻ ഒന്നും കൂടി ഒന്ന് തിക്കായതിന് ശേഷമാണ് ഞാനിതിലേക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരുപാട് ലൂസായിട്ടിരുന്നാലും നന്നായിട്ട് വരില്ല. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 പാല് ചേർക്കുന്നതും കൂടി അതിനനുസരിച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് അത്യാവശ്യം എരിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവസാനം ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നന്നായിട്ട് തന്നെ വരും. ഒരുപാട് പൊടിച്ചെടുക്കണ്ട, ഒന്ന് ചതച്ച് അങ്ങനെ ആയാലും മതി കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മളിപ്പോൾ ബ്ലാക്ക് പെപ്പർ പൗഡർ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂവിൻ്റെ കളർ മാറിപ്പോവും. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതൊന്നും പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പെപ്പർ പൗഡർ ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടോ ഗ്രേവി അത്യാവശ്യം നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 3/4 കപ്പ് അളവിൽ 1/4 പാലാണ് ഞാനിത് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതായത് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ. ഈ ഒരു റെസിപ്പിയിലേക്ക് ഞാൻ ഒരു വലിയ നാളികേരത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ച് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് മാത്രം വന്നാൽ മതി കേട്ടോ. ഇത് മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഗ്രേവിക്ക് ഒരുപാട് തിക്നെസ് വേണ്ട, പക്ഷേ ഇത് അത്യാവശ്യം കുറുകിയിരിക്കുന്ന ഒരു ഗ്രേവി തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് വറുത്തിടാം, നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ ഒരു ചെറിയൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് ഞാൻ ഇനി ഒരു 10 ചെറിയ ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. നമ്മൾ ചിക്കൻ കറി റെഡിയാക്കി വെച്ചിരുന്നല്ലോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നാരങ്ങ നീരാണെങ്കിലും കുഴപ്പമില്ല, അളവ് കൂടിപ്പോരുത് കേട്ടോ. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ കണ്ടോ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 18ഓളം കാഷ്നട്ട് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ കിസ്മിസും കൂടെ ഇതിൽ കൂടെ ചേർക്കുന്നുണ്ട്. ഇതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് തന്നെ മൂത്ത് വരണം. നമ്മുടെ ഈ കിസ്മിസ് ആണെങ്കിലും നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. കാഷ്നറ്റും ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ്. കണ്ടില്ലേ, നല്ല തിക്കായിട്ട് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് എല്ലാത്തിൻ്റെ കൂടിയും അടിപൊളി തന്നെയാണ്. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ബ്രെഡ്, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടിയും അടിപൊളി തന്നെയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.